എപ്പോഴാണ് ഫുട്ബോൾ മാമാങ്കങ്ങൾ നടക്കുന്നത്? ലോകം വലിയ പ്രതിസന്ധിയുടെ കാലഘട്ടത്തിലാണ്. ആഗോള ലോകം സംഘർഷങ്ങളുടെ വഴികളിലൂടെ കടന്നു പോകുമ്പോഴാണ് ലോകകപ്പ് പോലെയുള്ള ഫുട്ബോൾ മാമാങ്കങ്ങൾക്ക് വേദി ഒരുങ്ങുമ്പോൾ വേറിട്ട ചിന്തകൾ നമുക്കുണ്ടാകണമെന്നതാണ് ഈ ദിവസത്തെ പ്രത്യേകമായ ഓർമ്മപ്പെടുത്തൽ. ഫുട്ബോൾ എന്ന് പറയുന്നത് കായികമായ ഒരു കളി മാത്രമായി നമുക്ക് കാണാൻ കഴിയില്ല. ഫുട്ബോൾ ചില ഇടങ്ങളിൽ ചില സമയങ്ങളിൽ യുദ്ധങ്ങളായി മാറിയിട്ടുണ്ട് എന്ന വാർത്തകളെ നമ്മൾ ഒരിക്കലും മറന്നു പോകാൻ പാടില്ല. 1969 കാലഘട്ടം, ഒരു ജൂൺ മാസം, മധ്യ അമേരിക്കയിലെ ഒരു വേനൽക്കാലം. അന്ന് സാൻ സാൽവദോർ എന്ന് പറയുന്ന പ്രദേശത്തിലെ അന്തരീക്ഷത്തിൽ മഴയുടെ ലക്ഷണങ്ങളല്ല ആ കാലഘട്ടത്തിൽ കാണാൻ കഴിഞ്ഞത്, മറിച്ച് ചോരയുടെ മണമായിരുന്നു. എന്താണ് അതിന് നിമിത്തമായത് എന്ന് ചരിത്രങ്ങളിലൂടെ നാം പരിശോധിക്കുമ്പോൾ തോലുകൊണ്ട് നിർമ്മിച്ച ഒരു പന്തായിരുന്നു സാൻ സാൽവദോർ എന്ന് പറയുന്ന ആ പ്രദേശത്തെ അന്തരീക്ഷത്തിൽ ചോരമണക്കാൻ കാരണമെന്ന് ചരിത്രത്തിന്റെ പഠനങ്ങൾ പ്രിയപ്പെട്ടവരെ നമുക്ക് പറഞ്ഞു തരികയാണ്. വാശിയേറിയ 3 മത്സരങ്ങളാണ് നടക്കുന്നത്. എന്തിനു വേണ്ടിയാണ് ആ മത്സരങ്ങൾ? ലോകകപ്പിന്റെ യോഗ്യതയ്ക്ക് വേണ്ടി. ലോകകപ്പിലേക്കുള്ള യോഗ്യതയ്ക്ക് വേണ്ടി 1969 കാലഘട്ടത്തിൽ മധ്യ അമേരിക്കൻ വേനൽക്കാലത്ത് 2 രാജ്യങ്ങൾ തമ്മിൽ വാശിയേറിയ പോരാട്ടം നടക്കുകയാണ് ഫുട്ബോളിന്റെ മണ്ണിൽ. അതിൽ ഒന്ന് ഹോണ്ടുറാസ് ആണ്, മറ്റൊന്ന് എൽ സാൽവദോർ ആണ്. ഹോണ്ടുറാസും എൽ സാൽവദോറും തമ്മിൽ വാശിയേറിയ 3 മത്സരങ്ങൾ. പക്ഷേ അന്നത്തെ അവസ്ഥ വ്യത്യസ്തമായിരുന്നു. അന്ന് വിദേശ വിദ്വേഷങ്ങൾ വളർന്നു വന്നൊരു കാലഘട്ടം, സ്റ്റേഡിയത്തിലെ കലാപങ്ങൾ നിറഞ്ഞു നിന്നൊരു കാലഘട്ടം, രാജ്യങ്ങൾ തമ്മിലുള്ള നയതന്ത്രങ്ങളിൽ വിള്ളലുകൾ വീണിരുന്ന ഒരു കാലഘട്ടം. ഒടുവിൽ സ്ഫോടനാത്മകമായ ഒരു അന്തരീക്ഷമാണ് അവിടെ ഉണ്ടായത്. മെക്സിക്കോ സിറ്റി എന്ന് പറയുന്ന പ്രദേശത്തെ ഫൈനൽ വിസിലിന് ശേഷം 3 ആഴ്ച തികയുന്നതിന് മുമ്പ് ഒരു ജൂലൈ 14-ന് എൽ സാൽവദോറിന്റെ വ്യോമസേന ഹോണ്ടുറാസിന്റെ വിമാനത്താവളങ്ങളിലേക്ക് അപ്രതീക്ഷിതമായ ആക്രമണങ്ങൾ നടത്തുകയാണ്. ചരിത്രത്തിന്റെ ഇന്നലകളിൽ ഒരു വലിയ ഫുട്ബോൾ മാമാങ്കത്തിന് ശേഷമുണ്ടായ ആ യുദ്ധത്തെ ഫുട്ബോൾ യുദ്ധം എന്നാണ് രേഖപ്പെടുത്തിയത്. ഫുട്ബോൾ യുദ്ധം എന്ന് രേഖപ്പെടുത്തിയ, അഥവാ 100 മണിക്കൂറുകൾ നീണ്ടു നിന്ന യുദ്ധം. ആ സായുധ സംഘർഷം 3000-ഓളം ആളുകളെയാണ് കൊന്നുകളഞ്ഞതെന്ന് ചരിത്രത്തിന്റെ ഇന്നലകൾ പ്രിയപ്പെട്ടവരെ നമ്മെ പഠിപ്പിക്കുകയാണ്. സാധാരണക്കാരായ 1,00,000-ലധികം ആളുകളെയാണ് ആ യുദ്ധം അഭയാർത്ഥികളാക്കിയതെന്നും ചരിത്രത്തിന്റെ ഇന്നലകൾ കൃത്യമായി നമുക്ക് പറഞ്ഞു തരുകയാണ്. നാം വിചാരിക്കും ഫുട്ബോൾ മാമാങ്കം, കാൽപന്ത് കളി എന്ന് പറയുമ്പോൾ അത് രാജ്യങ്ങൾ തമ്മിലുള്ള സൗഹാർദ്ദത്തിന് ആക്കം കൂട്ടും എന്ന് നമ്മൾ വിചാരിച്ചു പോവുകയാണ്. പക്ഷേ രാജ്യങ്ങൾ തമ്മിലുള്ള സൗഹാർദ്ദത്തിന് ആക്കം കൂട്ടുന്നതിനോടൊപ്പം തന്നെ ചില സമയങ്ങളിൽ യുദ്ധത്തിന്റെ വെടിമരുന്നുകൾക്ക് തീ കൊളുത്തുകയും ചെയ്യുന്നു കാൽപന്ത് കളിയുടെ ലോകം എന്നതാണ് ചരിത്രപരമായ വായനകൾ ഇന്നലെകളിലെ ചരിത്രങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ പ്രിയപ്പെട്ടവരെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇന്നിപ്പോ ഒരു പ്രഖ്യാപനമുണ്ട്, പ്രഖ്യാപിതമായ അജണ്ട. ഫുട്ബോളിന്റെ പേരിൽ മതത്തിന്റെ വിഷം നിങ്ങൾ കലർത്താൻ പാടില്ല. ഫുട്ബോളിന്റെ പേരിൽ രാഷ്ട്രീയം നിങ്ങൾ പറയാൻ പാടില്ല. ഫുട്ബോളിന് മതമില്ല എന്ന് പറയുന്നത് ആരാണ്? ഫുട്ബോളിന് രാഷ്ട്രീയമില്ല എന്ന് പറയുന്നത് ആരാണ്? ഇന്നത്തെ ആധുനിക ലോകത്തിന്റെ കോർപ്പറേറ്റുകളാണ് ഫുട്ബോളിന് മതമില്ല എന്ന് പറയുന്നത്, ഫുട്ബോളിന് രാഷ്ട്രീയമില്ല എന്ന് പറയുന്നത്.
ഫുട്ബോൾ പ്രിയപ്പെട്ടവരെ യുവാക്കൾക്കിടയിൽ ഒരു ഭ്രാന്തായി മാറിപ്പോകുന്ന ഒരു കാലഘട്ടം. വിദേശ ടീമുകൾക്ക് വേണ്ടിയിട്ട് തെരുവുകളിലേക്ക് ഇറങ്ങിയിട്ട് ചേരിതിരിഞ്ഞുകൊണ്ട് പ്രചരണ റാലികൾ നടത്തുന്ന ആധുനികതയുടെ കാഴ്ചകൾ ഇന്ന് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. എത്രയെത്ര ഇടങ്ങളിൽ, കേരളത്തിന്റെ മണ്ണിൽ, വടക്കൻ മലബാറിന്റെ മണ്ണിൽ, ഇന്ത്യ രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ, ഗ്രാമങ്ങളുടെ അന്തരീക്ഷങ്ങളിൽ പോലും യുവാക്കളായ സഹോദരങ്ങൾ വിദേശ പാർട്ടികൾക്ക് വേണ്ടി, രാജ്യങ്ങൾക്ക് വേണ്ടി തെരുവുകളിൽ ഇറങ്ങിയിട്ട് ചേരി തിരിഞ്ഞുകൊണ്ട് അവർക്ക് വേണ്ടി മുദ്രാവാക്യം വിളിക്കുകയും പ്രചരണ റാലികൾ നടത്തുകയും വലിയ ഫ്ലക്സ് ബോർഡുകൾ സ്ഥാപിക്കുകയും ഒക്കെ ചെയ്യുന്ന പുതിയ ഫുട്ബോളിന്റെ ലോകത്താണ് ഇന്ന് നാം ജീവിക്കുന്നത് എന്ന് നമ്മൾ മറന്നു പോകാൻ പാടില്ല. ഈ വെള്ളിയാഴ്ച എനിക്ക് ഓർമ്മപ്പെടുത്താനുള്ളത്, ബിഗ് സ്ക്രീനുകളിൽ അത്തരം ഫുട്ബോളിന്റെ മാമാങ്കങ്ങൾ ഒന്നിച്ചിരുന്ന് കാണുമ്പോൾ പലപ്പോഴും അവിടെ തർക്കങ്ങൾ രൂപപ്പെടുകയാണ്. പന്തയങ്ങളിലേക്ക് യുവാക്കൾ കടന്നു പോവുകയാണ്. ആ പന്തയങ്ങൾ അസ്വാരസ്യങ്ങളായി മാറാൻ പാടില്ല. ആ പന്തയങ്ങൾ കൊലപാതകങ്ങളിലേക്ക് എത്തപ്പെടാൻ പാടില്ല. ആ രാത്രിയിലെ കൂടിക്കാഴ്ചകൾ ലഹരിയുടെ ആസ്വാദനത്തിന്റെ തുടക്കമായി മാറാൻ പാടില്ല.